ഇത് വളരെ പെട്ടെന്ന് ഒരു വർഷം കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ശിരൂരിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം, മഴക്കാലമാണ്. അപ്പോൾ വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് അർജുൻ്റെ വാഹനം നിർത്തിയിട്ടിരുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്കൊന്നും വാഹനങ്ങൾക്ക് ഇപ്പോൾ പോകാൻ കഴിയില്ല. മണ്ണിടിഞ്ഞ് വീണത് മുഴുവൻ മാറ്റിയിട്ടില്ല. അതുപോലെ തന്നെ കുറേ മണ്ണുണ്ട്. കാരണം അന്ന് തന്നെ ഈ മണ്ണ് മാറ്റിയാൽ വീണ്ടും മല ഇടിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു. വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. മഴ പെയ്തതിന് പിന്നാലെ വീണ്ടും നീർച്ചാലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഉറവകളായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഏത് നിമിഷവും വീണ്ടും ഇടിയാവുന്നൊരു സാധ്യതയുണ്ട്. അത് വലിയ ആശങ്ക തന്നെയാണ്. ഒന്നും രണ്ടുമല്ല, 2 മാസത്തിലേറെ സമയം, 72 ദിവസമാണ്, 72ാമത്തെ ദിവസമാണ് അർജുനെ തിരികെ കിട്ടുന്നത്. ആ സമയത്ത് മാധ്യമപ്രവർത്തകർ ഇവിടെ തന്നെയായിരുന്നു. ഓരോ നിമിഷവും വളരെ ശുഭപ്രതീക്ഷയോട് കൂടെ ആ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മളിവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആശ്വാസ വാർത്ത നമ്മളെ തേടി എത്തിയില്ല. ഇവിടെയായിരുന്നു ലക്ഷ്മണൻ നായിക്കിൻ്റെ കടയുണ്ടായിരുന്നു, ചായക്കടയുണ്ടായിരുന്നു. അർജുൻ അവിടെ വാഹനം നിർത്തി നേരെ ഇവിടേക്ക് എത്തി. ഇവിടെയുള്ള കടയിൽ നിന്നും ചായ കുടിച്ച് നേരെ തിരിച്ചു പോയി ഇവിടെ ഇട്ടിരുന്ന വാഹനത്തിൽ കിടന്നുറങ്ങുകയാണ് ചെയ്തത്. പുലർച്ചെ ഏതാണ്ട് 2:30 കൂടിയാണ് ഇവിടെ നിന്നും ഈ ഒരു മല അപ്പാടെ ഇടിഞ്ഞ് താഴേക്ക് വീഴുകയും അർജുൻ്റെ വാഹനവും ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് ലോറികളും ഈ ധാബയിലുണ്ടായിരുന്ന ലക്ഷ്മണൻ നായിക് അടക്കമുള്ളവരെയൊക്കെ തന്നെ പുഴയിലേക്ക് പോകുന്നത്. നമ്മൾ ഇതുവരെയും മലയാളികൾ കണ്ടിട്ടില്ലാത്ത അത്ര വലിയ ഒരു രക്ഷാപ്രവർത്തനമാണ് അന്ന് നടന്നത്. ഇപ്പോഴും നമുക്ക് കാണാം അവിടെ ഇതുപോലെ തന്നെ മൺകൂനകൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെയുണ്ട്. ആ സ്ഥലത്തായിരുന്നു വീടുകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വീടുകളൊക്കെ തന്നെ ഇവിടെ നിന്ന് വെള്ളം അവിടേക്ക് എത്തി ആ വീടുകളൊക്കെ തന്നെ തകർന്നിരുന്നു. ഇപ്പോൾ അവിടെ വീടുകളൊന്നും തന്നെ ഇല്ല. മാത്രമല്ല 11 പേർക്കാണ് അർജുനടക്കം ജീവൻ നഷ്ടമായത്. അതിൽ 2 പേരുടെ മൃതദേഹങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. വീണ്ടും ഇവിടെ എത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ അർജുൻ്റെ ആ സംഭവം അതും നമുക്ക് മറക്കാൻ കഴിയില്ല. തിരിച്ച് അർജുൻ്റെ മൃതദേഹം വീട്ടിലെത്തിക്കുന്ന വരെയുള്ള സമയം അതും നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നാണ്. ശിരൂരിൽ നിന്നും ഷാജു എന്ന് പറയുമ്പോൾ ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.